ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്രയും ദിവസം നമ്മൾ നൈറ്റിയുടെയും നൈറ്റി ഫ്രോക്കിന്റെയൊക്കെ സ്റ്റിച്ച് ചെയ്തതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് നമുക്ക് ഒരു നൈറ്റി ഫ്രോക്കിന്റെ കട്ടിംഗ് വീഡിയോ കാണാം. നൈറ്റി ഫ്രോക്കിന്റെ കട്ടിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എന്നാലും ഞങ്ങൾ ഇവിടെ തയ്ക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമേ 290 ഉള്ള ഒരു തുണിയെ നമ്മൾ നാലായിട്ട് മടക്കിയിടണം. നാലായിട്ട് മടക്കിയിടുന്നത് ഈ രീതിയിലാണ് മടക്കിയിടുന്നത്. ഇത് തേരുവെളുമ്പാണ്. നമ്മൾ നിൽക്കുന്ന സൈഡ് മടക്കുവശമാണ്. ഇങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ മടക്കിയിടാൻ. അതിനുശേഷം നമ്മൾ അളവുകൾ എടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് കഴുത്തിന്റെ അകലം അടയാളപ്പെടുത്താം. നമ്മളിവിടെ കഴുത്തകലം അടയാളപ്പെടുത്തുന്നത് 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഇതിനനുസരിച്ച് അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ വെട്ടുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെട്ടുന്നത്. കൈക്കുഴി 7.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഞങ്ങളിവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അളവിനേക്കാൾ 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് XXL സൈസിലുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. XXL സൈസ് എന്ന് പറയുമ്പോൾ 44 ഇഞ്ചാണ് വരുന്നത്. അതിനെ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്ത് 11 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി അടയാളപ്പെടുത്തുന്നു. വേസ്റ്റിന്റെ അളവ് ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തണം. അവിടെ നമ്മൾ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തുന്നു. വീണ്ടും ഷോൾഡറിൽ നിന്നും താഴേക്ക് 20 അല്ലെങ്കിൽ 21 ഇഞ്ച് നമുക്ക് സീറ്റ് വണ്ണം അടയാളപ്പെടുത്താം. സീറ്റ് വണ്ണം അല്ലെങ്കിൽ ഹിപ്പിന്റെ അളവ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിൽ നിന്നും 1 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തണം. പിന്നെ നമ്മൾ അടുത്ത അടയാളം ചെയ്യുന്നത് നമ്മുടെ ഈ തുണിയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ഒരു 40 ഇഞ്ച് അടയാളപ്പെടുത്തണം. വീണ്ടും ഒരു 7 ഇഞ്ചൂടെ ഇട്ട് 47 ഇഞ്ച് അടയാളപ്പെടുത്തുക. അടുത്തത് 54 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നമ്മൾ 2 സൈഡും കറക്റ്റായി തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഏറ്റവും താഴെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റിക്ക് നമ്മളൊരു വള്ളി വെക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഇത്രയും ഭാഗം എടുക്കുന്നത്. അതിന് മുകളിലോട്ടുള്ള ഈ 2 അളവുകൾ 7 ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ 2 അളവുകൾ എന്ന് പറയുന്നത് നമുക്ക് താഴെ ഫ്രോക്ക് നൈറ്റിയുടെ താഴെ എല്ലാവരും ഫ്രില്ല് വെച്ചേക്കുന്ന കാണുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 പോർഷൻ. ബാക്കി ഇതാണ് നമ്മൾ മേളിലോട്ടുള്ള ഭാഗമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ഈ 40 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ ഈ സ്കെയിൽ ഉണ്ടല്ലോ, ഇത് വെച്ച് ഒന്ന് ചരിച്ച്
വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അളവുകളെ തമ്മിൽ ജോയിന്റ് ചെയ്യണം. ഞാൻ സാധാരണ രീതിയിൽ നമ്മുടെ 36 ഇഞ്ചുള്ള ഒരാൾക്ക് ഞാൻ ആ 36 ഇഞ്ച് മാത്രമല്ല ഇടുന്നത്. ആ 36 ഇഞ്ച് മാത്രം ഇട്ട് നമ്മളത് ചെയ്താൽ ടൈറ്റ് ആയിരിക്കും. നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത് 36 ഇഞ്ച് ഫിറ്റ് വണ്ണം ഉള്ള ഒരാൾക്ക് 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 40 ഇഞ്ച് ആക്കി അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ആദ്യം നമ്മളിവിടെ താഴത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ വളരെ സാധാരണമായ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് നമ്മൾ 7 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയ ഈ ഒരു പോർഷൻ ഉണ്ട്. അത് 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം. ഇതിന് നമ്മൾ ഫ്രില്ല് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം നമ്മളിവിടെ ചരിച്ച് വളച്ച് വെട്ടിക്കൊടുത്തിരുന്നല്ലോ, അതിനെ വെട്ടിമാറ്റണം. പിന്നീട് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വളവ് കിട്ടുന്നതായിരിക്കും. ഇതിനെ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് കൈ വെട്ടണം. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് കൈ നീളം കൊടുക്കുന്നത്. 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മളതിനെ ചരിച്ച് കൈ വെട്ടിയെടുക്കണം. പഫ് സ്ലീവ് ആണ് വെട്ടുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ വെട്ടിയെടുക്കണം. നമ്മൾ ഈ കൈക്കുഴി വെട്ടിക്കൊടുത്ത് അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് അളന്ന് നോക്കുക. അപ്പൊ എനിക്ക് 11 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ കൈക്കുഴി വരച്ചു കൊടുത്തിരിക്കുന്ന ഇവിടെ വെച്ച് ആ 11 ഇഞ്ചിനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് പഫ് സ്ലീവ് ആണ് വെക്കുന്നതെങ്കിൽ ഒരു 2 ഇഞ്ച് കൂടി കൂടുതൽ അടയാളപ്പെടുത്തണം. 7 ഇഞ്ച് കൈയുടെ ഫിറ്റ് അടയാളപ്പെടുത്തണം. 1.5 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തി കൈ ഈ രീതിയിലാണ് നമ്മളിവിടെ വെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ആർക്കെന്തെങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അധികം താമസിക്കാതെ തന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.